ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഭവം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു നല്ല വലിയ മതക്കൻ ഒരു വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 2 എടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാണാമല്ലോ. ഇനി നമുക്ക് 1 കപ്പ് മൈദ മാവാണ്. മൈദ ഞാൻ ഇട്ടു. 1 കപ്പ് പോരാ, നമുക്ക് 1 കപ്പ് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് 2 കപ്പ് മൈദ എടുക്കുകയാണ്. നിറച്ച് 2 കപ്പ് കുമ്പാരം കൂട്ടി 2 കപ്പ് മൈദാപ്പൊടി എടുത്തു. നമ്മൾ ചായ പിടിക്കുന്ന കപ്പിലാണ്. ഇതിൽ ഞാൻ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഇതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ടത്, അവനവൻ്റെ ആവശ്യത്തിനിടാം. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ച്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ, ചപ്പാത്തി കുഴക്കണം എങ്ങനെയാണെന്ന്. സാധാരണ വെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കാൻ പോണത്. ഇപ്പോൾ എല്ലായിടത്തും മിക്സായി. നമുക്ക് വെള്ളമൊഴിച്ച് കുഴയ്ക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. വെച്ചിരുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം വളരെ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞില്ലായിരുന്നു, അത് ആവശ്യമുള്ളതാണ്, അത് പിന്നെ മതി. പെപ്പർ, കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1.25 ടീസ്പൂൺ. തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണിത്. അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടോ. ഞാനിത് വേവിക്കാൻ പോകുന്നു നന്നായിട്ട്. അതൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈസിയായിട്ട് തുരി കളയാം, പൊളിച്ച് കളയാൻ പറ്റും ഇങ്ങനെ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ, ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി മേടിച്ച ചിക്കനാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കഷ്ണങ്ങൾ ബാക്കി വന്ന കഷ്ണമാണ് ഇതൊക്കെ. ഇതെടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇത് ഒന്ന് വേവിച്ച് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിരിക്കുകയാണ്. ഇനി ഇത് കണ്ടോ, മിക്സിയുടെ ജാറിനകത്ത് ഇതിൻ്റെ മാംസം മാത്രം എടുത്തിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെ ഇതും നന്നായിട്ട് അടിച്ച് കുഴമ്പ് രൂപത്തിലാക്കും. നമ്മൾ ആ ടൊമാറ്റോ അത് അരച്ചുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിക്കനും നമ്മൾ മിക്സിയിലിട്ട് ആ മാംസം മാത്രം എടുത്തിട്ട്, ഒട്ടും പാടില്ല, എല്ലില്ലാതെ മാംസം മാത്രം എടുത്ത് അത് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ബാക്കി കാണാം. ചെറിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം, അല്പം ഓയിൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ടു. നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വരണം, ഭയങ്കരമായിട്ട് മുരിയല്ല, ഒന്ന് വാടിയാൽ മതി. ഉള്ള ഉപ്പിടാം നമുക്ക്. അത് ഞാൻ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാണിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു കുരുമുളക്. അതുകൂടെ നമുക്കിട്ടുണ്ട്, 1.25 ടീസ്പൂണുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്. എരിവ് അനുസരിച്ചിടണം. ഞാനിത് ഈ വഴറ്റി വെച്ചത് ചിക്കനിലോട്ട് ഇടുകയാണ്. നമുക്ക് മുഴുവനും ഇടാം. കുറച്ച് സോയാ സോസ്, ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൈദ മാവ് കുഴച്ച് മൂടി വെച്ചിരുന്നു ഞാൻ. ഇതൊരു അരമണിക്കൂറോളം മൂടി വയ്ക്കണം, നല്ലതാണ്. ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് മുകളിൽ കുഴയ്ക്കുമ്പോൾ ഇത്തിരി ഒഴിക്കണം. ഇനി ഞാനിത് പരത്താൻ തുറന്നും കൂടെ പരത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാം പരത്തിയിട്ടിട്ട് നമുക്ക് ഒരേ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് മുറിച്ചെടുക്കാം. തീരെ കനം കുറയ്ക്കുകയും ചെയ്ത് ഭയങ്കര കനമാവരുത് കേട്ടോ. പാത്രത്തിൻ്റെ ഒരടപ്പാണ്, അതിട്ട് ഒരേ അളവ് കിട്ടാൻ വേണ്ടി. ഉണ്ടോ, അപ്പോൾ ഒരുപോലെ നമുക്കെല്ലാം അങ്ങനെ എടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചത്, അത് ഒരു ഉരുട്ടി നടുക്ക് വയ്ക്കാം. വലുതും ഉണ്ടാക്കാം, ചെറുതും ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ളൂ. ഇനി നമ്മളിതിങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്ത് ഇതകത്താക്കിയിട്ട് ഇതിങ്ങനെ വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിലെല്ലാത്തിലും നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വെച്ചെടുക്കാം.
മോമോസ് ഇവിടെ റെഡിയായി. ചിക്കൻ മോമോസാണ് ഈ ഉരുണ്ടിരിക്കുന്നത്. ചിക്കൻ മോമോസും നീണ്ട് കണ്ടോ, അതിനകത്ത് ഞാൻ ചീസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അത് ചീസ് മോമോസും മറ്റ് ചിക്കൻ മോമോസും. ചീസ് ചിക്കൻ മോമോസ്, മറ്റേ വെറും ചിക്കൻ മോമോസ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ അരച്ച് ഉണ്ടാക്കിയതാണ്. ടൊമാറ്റോ സോസല്ല, സോസ് പോലെ കഴിക്കാം. അത് സോസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതാണ്. അതും നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കേട്ടതിന് എല്ലാവർക്കും നന്ദി.